Hi friends, welcome to Civil Engineering Malayalam. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിസൈൻ ഓഫ് വാട്ടർ ടാങ്ക് ആണ്. നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ ഇൻട്രൊഡക്ഷൻ ഫോർ വാട്ടർ ടാങ്ക് നോക്കിയായിരുന്നു. ഇന്ന് നമ്മൾ ഒരു സർക്കുലർ ടാങ്കിന്റെ ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, ഡിസൈൻ എ സർക്കുലർ ടാങ്ക് വിത്ത് ഫ്ലെക്സിബിൾ ബേസ്. ഫ്ലെക്സിബിൾ ബേസ് ഉള്ള ഒരു സർക്കുലർ ടാങ്ക് ഡിസൈൻ ചെയ്യുക. റെസ്റ്റിംഗ് ഓൺ ദ ഗ്രൗണ്ട് ഫോർ എ കപ്പാസിറ്റി ഓഫ് 450 കിലോലിറ്റർ. ഗ്രൗണ്ടിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ കപ്പാസിറ്റി 450 കിലോലിറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ദ ഡെപ്ത് ഓഫ് ദ വാട്ടർ ഇൻ ദ ടാങ്ക് ഇസ് 5 മീറ്റർ. വാട്ടർ ടാങ്കിലുള്ള വാട്ടറിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. M30 കോൺക്രീറ്റ് യൂസ് ചെയ്യാനും FE415 സ്റ്റീൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗിവൺ പാരാമീറ്റേഴ്സ് എടുത്ത് എഴുതുക. ഫസ്റ്റ് നമ്മൾ അതാണ് ചെയ്യുന്നത്. ഗിവൺ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് എഴുതാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കപ്പാസിറ്റി ഓഫ് വാട്ടർ ടാങ്ക്. കപ്പാസിറ്റി ഓഫ് വാട്ടർ ടാങ്ക് 450 കിലോലിറ്റർ ആണെന്ന് പറയുന്നുണ്ട്. കപ്പാസിറ്റി ഈസ് ഇക്വൽ ടു 450 കിലോലിറ്റർ. അതെന്താണ്? 450 മീറ്റർ ക്യൂബ്. 1 കിലോലിറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ 450 മീറ്റർ ക്യൂബ് എന്ന് എഴുതി. പിന്നെ തന്നിട്ടുള്ളത് ഡെപ്ത് ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. ഡെപ്ത് ഓഫ് വാട്ടർ എത്രയാണ്? 5 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഡിസൈനിലേക്ക് കടക്കുവാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 1 എന്താണെന്ന് നോക്കാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദി ടാങ്ക്. ടാങ്കിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക. ഫൈൻഡ് ഡയമീറ്റർ ഓഫ് ടാങ്ക്. ടാങ്കിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇതൊരു സർക്കുലർ ടാങ്ക് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വോളിയം ഓഫ് ദ ടാങ്ക് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? വോളിയം ഓഫ് വാട്ടർ ഇൻ ദ ടാങ്ക്. രണ്ടും ഈക്വൽ ആയിരിക്കുമല്ലോ. ടാങ്കിന്റെ വോളിയവും വാട്ടറിന്റെ വോളിയവും ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് വോളിയം ഓഫ് വാട്ടർ അറിയാം. അതാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് എത്രയാണ്? 450 മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ സർക്കുലർ ടാങ്ക് ആണ്. ഇതിന്റെ വോളിയം ഓഫ് ദ ടാങ്ക് എന്ന് പറയുന്നത് πd²/4 ഇൻറ്റു ഇത് ഏരിയ ആണ്. പിന്നെ ഹൈറ്റ് ഓഫ് ദ ടാങ്ക് ഇൻറ്റു h. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10.7 മീറ്റർ എന്നാണ്. അതിനെ നമ്മൾ കുറച്ചുകൂടെ കൂട്ടി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10.8 മീറ്റർ. നമ്മൾ ഡയമീറ്റർ ഓഫ് ദ ടാങ്ക് 10.8 മീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ടാങ്കിന്റെ ബേസ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ബേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്ലെക്സിബിൾ ബേസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഉള്ളി ഹൂപ്പ് ടെൻഷൻ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ഉള്ളി ഹൂപ്പ് ടെൻഷൻ. ഫ്ലെക്സിബിൾ ബേസ് ആയത് കാരണം അവിടെ ഹൂപ്പ് ടെൻഷൻ മാത്രമേ ഉള്ളൂ. അവിടെ ബെൻഡിങ് മൊമെന്റോ ഷിയർ ഫോഴ്സോ ടാങ്കിന്റെ വോൾസിൽ ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ്, അതായത് നമ്മുടെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് മാക്സിമം ഹൂപ്പ് ടെൻഷൻ കണ്ടുപിടിക്കുക എന്നതാണ്. മാക്സിമം ഹൂപ്പ് ടെൻഷൻ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 2. മാക്സിമം ഹൂപ്പ് ടെൻഷൻ കണ്ടുപിടിക്കുമ്പോൾ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് സ്മോൾ പി ഇൻറ്റു d/2 ആണ്. സ്മോൾ പി ഇൻറ്റു d/2 ആണ്. പി എന്ന് പറയുന്നത് പ്രഷറാണ്. ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ ടാങ്ക് നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഡയമീറ്റർ /2 ആണ്. അപ്പോൾ നമുക്കിവിടെ പ്രഷറിനെ PA ഗാമ എച്ച് എന്ന് എഴുതാം. ഗാമ എച്ച് ഇൻറ്റു d/2 എന്നെഴുതാം. ഇവിടെ ഗാമ എച്ച് എന്ന് പറയുന്നതാണ് മാക്സിമം പ്രഷർ. ഗാമ എച്ച് എന്താണ്? മാക്സിമം പ്രഷർ ആണ് ഗാമ എച്ച്. അതിൽ ഗാമ എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. അത് 9.81 ആണ്. 9.81 ഇൻറ്റു H5 ആണ് ഇൻറ്റു 10.8 ആണ് ഡയമീറ്റർ /2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മാക്സിമം ഹൂപ്പ് ടെൻഷൻ 264.87 കിലോ ന്യൂട്ടൺ എന്നാണ്. ഈ വാല്യൂ കിട്ടുന്നത് പെർ മീറ്റർ ഹൈറ്റ് ഓഫ് വോളിലാണ്. പെർ മീറ്റർ 264.87 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഹൈറ്റ് ഓഫ് വോളിലാണ് നമുക്ക് മാക്സിമം ഹൂപ്പ് ടെൻഷനായ ടി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റെപ്പ് 3 എന്താണെന്ന് നോക്കാം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഏരിയ ഓഫ് സ്റ്റീൽ ആണ്. അതായത് AST കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് സ്റ്റീൽ. ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് AST ആണ്. അത് കണ്ടുപിടിക്കുക ബേസ്ഡ് ഓൺ പെർമിസിബിൾ സ്ട്രെസ് ഇൻ സ്റ്റീൽ. അതായത്
നമ്മൾ സിഗ്മ എസ് ടിയുടെ ബേസിസിൽ സിഗ്മ എസ് ടി ആണ് നമ്മൾ എന്ത് പറയുന്നത്, പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറയുന്നത്. പെർമിസിബിൾ സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറയുന്നത് സിഗ്മ എസ് ടി ആണ്. അതിന്റെ ബേസിസിലാണ് നമ്മൾ എ എസ് ടി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. സിഗ്മ എസ് ടി എന്ന് പറയുന്നത് പെർമിസിബിൾ സ്ട്രെസ് ഇൻ സ്റ്റീൽ ആണെന്ന് പറഞ്ഞു. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടി ബൈ എ എസ് ടി ആണ്. ടി എന്ന് പറയുന്നത് ഹൂപ്പ് ടെൻഷൻ ഫോഴ്സ് ആണ്. ടി എന്താണ്? ഹൂപ്പ് ടെൻഷൻ ഫോഴ്സ് ആണ്. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് സിഗ്മ എ എസ് ടി വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. ടി നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു. ടിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ടി എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയത്? 264.87 കിലോ ന്യൂട്ടൺ എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എ എസ് ടി കണ്ടുപിടിക്കണമെങ്കിൽ സിഗ്മ എസ് ടി അറിഞ്ഞിരിക്കണം, അതായത് പെർമിസിബിൾ സ്ട്രെസ് ഇൻ സ്റ്റീൽ അറിഞ്ഞിരിക്കണം. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് IS3370 പാർട്ട് 2ലാണ്. പാർട്ട് 2ല് സിഗ്മ എസ് ടിയുടെ വാല്യൂ വന്നിട്ടുണ്ട് 130 എന്നാണ്. അപ്പോൾ ഇതാണ് IS3370 പാർട്ട് 2. ഇതിൽ ടേബിൾ 4ല് സിഗ്മ എസ് ടിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ പെർമിസിബിൾ സ്ട്രെസ് ആണ് 130 Nm². അതെന്നാണ് നമ്മൾ സിഗ്മ എസ് ടി കണ്ടുപിടിച്ചത്. സിഗ്മ എസ് ടി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഡയറക്ട്ലി എ എസ് ടി കണ്ടുപിടിക്കാമല്ലോ. എ എസ് ടി ഇസ് ഈക്വൽ ടു ടി ബൈ സിഗ്മ എസ് ടി. അത് കൊടുക്കുമ്പോൾ ടിയുടെ വാല്യൂ 264.87 നമുക്ക് കിലോ ന്യൂട്ടണിലാണ് കിട്ടിയത്. സിഗ്മ എസ് ടി ഇൻ Nm²ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിനെ ന്യൂട്ടണിലോട്ട് ആക്കുവാണ്. ഇൻറ്റു 1000/130. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എ എസ് ടിയുടെ വാല്യൂ 2037 mm² എന്നാണ്. ഇത് എ എസ് ടി റിക്വയർഡ് ആണ്, ആവശ്യമുള്ള എ എസ് ടി ആണ്. ഇനി നമ്മൾ സ്റ്റെപ്പ് 4ല് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ എ എസ് ടി പ്രൊവൈഡഡ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ സ്റ്റെപ്പ് 4 എന്താണെന്ന് നോക്കാം. സ്റ്റെപ്പ് 4ല് നമ്മൾ കൊടുക്കുന്ന ബാർസിന്റെ ഡയമീറ്റർ നമ്മൾ അസ്യൂം ചെയ്യാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത് 16 mm ഡയമീറ്റർ ബാർസ് ആണെന്ന് അസ്യൂം ചെയ്യുക. 16 mm ഡയമീറ്റർ ബാർസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ സ്പേസിംഗ് കണ്ടുപിടിക്കണം. സ്പേസിംഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സ്പേസിംഗ് എസ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് 1 ബാർ, ഒരു ബാറിന്റെ ഏരിയ ഇൻറ്റു 1000 ബൈ നമ്മളിപ്പോ കണ്ടുപിടിച്ച എ എസ് ടി. അതാണ് നമ്മൾ കൊടുക്കുന്നത്. ഏരിയ ഓഫ് 1 ബാർ ഇൻറ്റു 1000 ബൈ എ എസ് ടി. അത് ചെയ്യുമ്പോൾ നമുക്ക് സ്പേസിംഗ് കിട്ടുന്നത് 98.7 mm എന്നാണ്. 98.7 mm എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോ കണ്ടുപിടിച്ച സംഭവം എടുത്തെഴുതുവാണ്. പ്രൊവൈഡ് 16 mm ഡയമീറ്റർ ബാർസ് അറ്റ് 98നെ നമ്മൾ റൗണ്ട് ചെയ്തു 95 ആക്കുവാണ്. 95 mm സെന്റർ ടു സെന്റർ. ഇത് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഏത് ഡയറക്ഷനിലാണ്? സർക്കംഫറൻഷ്യൽ ഡയമെൻഷനിലാണ്. കാരണം ഇത് സർക്കുലർ ടാങ്ക് ആണല്ലോ. അപ്പം സർക്കംഫറൻഷ്യൽ ഡയമെൻഷനിലാണ് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച ഈ റീഎൻഫോഴ്സ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത്. ഇതില് നമുക്ക് എ എസ് ടി പ്രൊവൈഡഡ് കൂടി കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ എ എസ് ടി പ്രൊവൈഡഡ് എങ്ങനെ കണ്ടുപിടിക്കും? എ എസ് ടി പ്രൊവൈഡഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ കൊടുത്ത ബാർസിന്റെ ഒരു ബാറിന്റെ ഏരിയ πd²/4 അതേ ഇൻറ്റു 1000 ബൈ നമുക്ക് ഇപ്പൊ കിട്ടിയ സ്പേസിംഗ് 95. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എ എസ് ടി പ്രൊവൈഡഡ് കിട്ടും. എ എസ് ടി പ്രൊവൈഡഡ് 2116 mm². ഇത്രയുമാണ് സ്റ്റെപ്പ് 4ലുള്ളത്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. സ്റ്റെപ്പ് 5 ആണ്. സ്റ്റെപ്പ് 5ൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? തിക്നെസ് ഓഫ് വോൾ ആണ് നമുക്ക് സ്റ്റെപ്പ് 5. അതായത് അടുത്ത സ്റ്റെപ്പ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തിക്നെസ് ഓഫ് ദ വോൾ ആണ്. സ്മോൾ ടി കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഉള്ള നമ്മൾ ചെയ്യുന്ന അസംഷൻ എന്താണെന്ന് വെച്ചാൽ കോൺക്രീറ്റിന്റെ പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെങ്തിനെ കോൺക്രീറ്റിന്റെ ഉണ്ടാകുന്ന സ്ട്രെസ് എക്സീഡ് ചെയ്യാൻ പാടില്ല. അതായത് സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ഡസൻ എക്സീഡ് പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെങ്ത് ഇൻ കോൺക്രീറ്റ്. ആ ഒരു അസംഷൻ വെച്ചാണ് നമുക്ക് അവിടെ ചെയ്യുന്നത്. ഇവിടെ അത് പറയുന്നത് ക്യാപിറ്റൽ ടി ബൈ ഏരിയ ഇക്വാലന്റ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു സിഗ്മ സി ടി. സിഗ്മ സി ടി എന്ന് പറയുന്നത് പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെങ്ത് ഇൻ കോൺക്രീറ്റ് ആണ്. പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെങ്ത് ഇൻ കോൺക്രീറ്റ്. ഇതാണ് നമ്മുടെ അസംഷൻ. സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ഡസൻ എക്സീഡ് പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെങ്ത് ഇൻ
കോൺക്രീറ്റ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ആ തിക്നെസ് കണ്ടുപിടിക്കുന്നത്. ഇതിൽ സിഗ്മ CT എന്താണെന്ന് പറഞ്ഞു, അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് IS 3370 പാർട്ട് 4 ടേബിൾ 1 നിന്നാണ് നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടുന്നത്. IS 3370 പാർട്ട് 4 ടേബിൾ 1 നിന്ന് നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 4 M30 കോൺക്രീറ്റ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റ് ഏതാണ്, M30 കോൺക്രീറ്റ് ആണ്, M30 ഗ്രേഡ് ആണ്. അതിൽ സിഗ്മ CT എന്ന് പറയുന്നത് 1.5 MPa ആണ്, 1.5 MPa ആണ്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞു. ഇനി എ ഇക്വാലന്റ്, അതായത് ഏരിയ ഇക്വാലന്റ് ഉണ്ട്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എ ഇക്വാലന്റിന്റെ ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ AG പ്ലസ് M-1 ഇൻറ്റു AST പ്രൊവൈഡഡ്. നമ്മൾ 2 AST കണ്ടുപിടിച്ചു, AST റിക്വയർഡും കണ്ടുപിടിച്ചു, AST പ്രൊവൈഡും കണ്ടുപിടിച്ചു. ഇവിടെ കൊടുക്കേണ്ടത് AST പ്രൊവൈഡഡ് ആണ്. അതിൽ എ ഇക്വലന്റ് എന്താണെന്ന് നമ്മൾ എഴുതി. ഇനി M എന്ന് പറയുന്നത് എന്താണ്? M എന്ന് പറയുന്നതാണ് മോഡുലാർ റേഷ്യോ. മോഡുലാർ റേഷ്യോ ആണ് M എന്ന് പറയുന്നത്. എമ്മിന്റെ ഇക്വേഷൻ M is equal to 280/3 സിഗ്മ CBC ആണ്. 280/3 സിഗ്മ CBC. ഈ ഇക്വേഷൻ IS 456 അനെക്സ് ബിയിലുണ്ട്. IS 456 അനെക്സ് ബിയിൽ പറയുന്നുണ്ട് M is equal to 280/3 സിഗ്മ CBC ആണെന്ന്. ഇതിൽ നിന്നും CBCയുടെ വാല്യൂ 10 ആണ്, M30ക്ക് 10 ആണ്, അതും IS 456 പറയുന്നുണ്ട്. അപ്പൊ അത് അപ്ലൈ എമ്മിന്റെ വാല്യൂ 0.33 എന്ന് നമുക്ക് വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ T/A equivalent less than or equal to 1.5 എന്നതായിരുന്നു. അപ്പോൾ A equivalent നമ്മൾ AG plus M-1 into AST എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇതിൽ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടിയുടെ വാല്യൂ 264.87 into 1000 ആണ്. അതേ ബൈ AG plus M-1 9.33 minus 1 into AST provided 2116 less than or equal to 1.5. ഇതിൽ നിന്ന് നമുക്ക് AG കിട്ടും. AGയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കുന്നത് AG greater than or equal to 158953 mm² എന്നാണ്. ഇത് നമുക്ക് കിട്ടുന്നത് for 1 meter ഹൈറ്റിനാണ് ഈ വാല്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് AG equal to 1000 into T എന്ന് എഴുതാം. T എന്ന് പറയുന്ന തിക്നെസ് ആണ്. 1000 റെപ്രസെന്റ് ചെയ്യുന്ന 1 മീറ്റർ ഹൈറ്റ്, അതായത് 1000 mm ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് T ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 158.9 mm. അപ്പോൾ നമുക്ക് പ്രൊവൈഡ് തിക്നെസ് T ഈക്വൽ ടു 160 mm ഇത് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ തിക്നെസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. 160 mm ആണ് നമുക്ക് കിട്ടിയ തിക്നെസ്. അടുത്തത് സ്റ്റെപ്പ് 6 ആണ്. സ്റ്റെപ്പ് 6 എന്താണെന്ന് നോക്കാം. സ്റ്റെപ്പ് 6 ചെക്ക് ഫോർ മിനിമം സ്റ്റീൽ ആണ് നമ്മൾ നോക്കുന്നത്. ചെക്ക് ഫോർ മിനിമം സ്റ്റീൽ, അതായത് മിനിമം റീഇൻഫോഴ്സ്മെന്റ് ചെക്ക് ആണ് ഇത്. അപ്പോൾ AST മിനിമം ഫോർ വാട്ടർ ടാങ്ക്സ് AST മിനിമം പ്രൊവൈഡ് ചെയ്യേണ്ടത് 0.35% ഓഫ് ഏരിയ ആണ്. അപ്പോൾ അതിനെ നമുക്ക് 0.35/100 into 1000 into 160 എന്ന് എഴുതാം. 1000 represent 1 meter height of wall and 160 is the thickness. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 560 mm² എന്നാണ്. ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു AST പ്രൊവൈഡഡ് 2116 mm². അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് 6. നമുക്ക് അടുത്ത സ്റ്റെപ്പ് 7 എന്താണെന്ന് നോക്കാം. സ്റ്റെപ്പ് 7 ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഹൂപ്പ് ടെൻഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്തു? സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്തു. ഇവിടെ ഷിയർ ഫോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിലും വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. പക്ഷേ പ്രൊവൈഡ് ചെയ്യുന്നത് മിനിമം റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്താൽ മതി. പ്രൊവൈഡ് മിനിമം റീഇൻഫോഴ്സ്മെന്റ്, അതായത് AST ഈക്വൽ ടു നമുക്ക് കിട്ടിയ മിനിമം റീഇൻഫോഴ്സ്മെന്റ് എത്രയാണ്? 560 mm² ആണ്. അത് പ്രൊവൈഡ് ചെയ്യാം. പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാർസ് പ്രൊവൈഡ് ചെയ്യണം. പ്രൊവൈഡ് 10 mm ഡയമീറ്റർ ബാർസ്. അതുപോലെ സ്പേസിംഗ് കണ്ടുപിടിക്കുക. അത് നമ്മൾ ഫസ്റ്റ് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്തപ്പോൾ നോക്കിയായിരുന്നു. അപ്പോൾ ഇവിടെ കിട്ടുന്നത് 140 mm സെന്റർ ടു സെന്റർ. നേരത്തെ നമ്മൾ റിങ്സ് ആയിട്ട് സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലാണ് പ്രൊവൈഡ് ചെയ്തത്. എന്നാൽ ഡിസ്ട്രിബ്യൂഷൻ
റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 8 എന്ന് പറയുന്നത് സ്പേസിംഗ് ചെക്കാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്ത സ്പേസിംഗ് ഒക്കെ അതിൻ്റെ ചെക്കാണ് സ്പേസിംഗ് ചെക്ക്. അപ്പോൾ ഇവിടെ പറയുന്നത് സ്പേസിംഗ് അതായത് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് എന്തിൻ്റെയൊക്കെയാണ് ലെസ്സർ ഓഫ് 300 mm, പിന്നെ തിക്നെസ് ഓഫ് വാൾ. നമുക്ക് കിട്ടിയ തിക്നെസ് ഓഫ് വാൾ 160 mm ആയിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ 2 സ്പേസിംഗ് ഉണ്ട്. ഫസ്റ്റത്തെ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ നമ്മൾ കൊടുത്തപ്പോൾ 16 mm ഡയാബാസ് 95 mm സെന്റർ ടു സെന്ററിലും, ഇപ്പോൾ നമ്മൾ രണ്ടാമത് ഡിസ്ട്രിബ്യൂഷൻ റീഎൻഫോഴ്സ്മെന്റ് കൊടുത്തത് 140 mm സെന്റർ ടു സെന്ററിലാണ്. അപ്പോൾ ഈ 2 സ്പേസിംഗും ലെസ് ദാൻ 160 mm ആണ്. അപ്പോൾ ആ ചെക്ക് കഴിഞ്ഞു. അടുത്തത് സ്റ്റെപ്പ് 9 ആണ്. സ്റ്റെപ്പ് 9 എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ബേസ് സ്ലാബ് ആണ്. ബേസ് സ്ലാബിന്റെ ഡിസൈൻ ആണ്. അപ്പോൾ ബേസ് സ്ലാബ് എന്ന് പറയുന്നത് ഒരു സർക്കുലർ സ്ലാബാണ്. റെസ്റ്റിംഗ് ഓൺ ദി ഗ്രൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് ആ ബേസ് സ്ലാബ് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ബേസ് സ്ലാബ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പർ പോർഷനിൽ വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. UDL ആയിട്ടാണ് വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നത്. UDL ആയിട്ട് ആക്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ടാങ്ക് റെസ്റ്റിംഗ് ഓൺ ദി ഗ്രൗണ്ട് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡൗൺവേർഡ് ഡിറക്ഷനിൽ, അതായത് ഈ ബേസിൽ നിന്നും മുകളിലേക്ക് ഒരു അപ്വേർഡ് റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. സോയിൽ പ്രഷറാണ് അത്. അപ്പോൾ ഈ കണ്ടീഷൻ കൊണ്ട് തന്നെ ഈ ബേസ് ലാബിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഹൂപ്പ് ടെൻഷനാണ് വാൾസിൽ ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കണ്ടീഷൻ കൊണ്ട് ഇവിടെ ബെൻഡിങ് മൊമെന്റോ ഷിയർ ഫോഴ്സോ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മിനിമം തിക്നെസ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബേസ് ലാബിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് മിനിമം തിക്നെസ് ആണ്. അത് 150 mm ആണ്. അടുത്തത് റെയിൻഫോഴ്സ്മെന്റും മിനിമം റെയിൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്താൽ മതി. 0.35% ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 0.35% ഓഫ് അപ്പർ ഹാഫ് ഓഫ് ദി റൗണ്ടഡ് സ്ലാബ് ആസ് മെൻഷൻഡ് ഇൻ ദ കോഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 0.35% ഓഫ് അപ്പർ ഹാഫ് ഓഫ് റൗണ്ടഡ് പോർഷൻ ഓഫ് സ്ലാബ്. ഇതാണ് നമുക്ക് കൊടുക്കേണ്ട റെയിൻഫോഴ്സ്മെന്റ്. അപ്പോൾ അതായത് ഇതാണ് അപ്പർ ഹാഫ് എന്ന് പറയുന്നത്. അപ്പോൾ 0.35/100 into 1000 into തിക്നെസ് ബൈ 2, അതായത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന തിക്നെസ് 150 ആണ്. 150/2 അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 262.5 mm² എന്നാണ്. അത് കഴിഞ്ഞ് നേരത്തെ നമ്മൾ റെയിൻഫോഴ്സ്മെന്റ് ചെയ്തതാണെങ്കിൽ നമുക്ക് ബാസ് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് 8 mm ഡയാബാസ് അറ്റ് സ്പേസിംഗ് കണ്ടുപിടിക്കുക. 150 mm സെന്റർ ടു സെന്റർ ആണ്. ഇനി നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് അപ്പർ സോൺ ഓഫ് ബേസ് സ്ലാബ് ആണ്. ഇൻ ബോത്ത് ഡയറക്ഷൻ, 2 ഡയറക്ഷനിലും പ്രൊവൈഡ് ചെയ്യും. ഇതാണ് നമ്മുടെ ഡിസൈൻ ഓഫ് ബേസ് സ്ലാബ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 10 എന്ന് പറയുന്നത് ഡീറ്റെയിലിംഗ് ആണ്. ഡീറ്റെയിലിംഗ് നമ്മൾ വരച്ച കാര്യം, നമ്മൾ ഇത്രയും നേരം ഡിസൈൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഒരു ഫിഗറിൽ കൂടി കാണിക്കുവാണ്. അപ്പോൾ ഈ വെർട്ടിക്കലായിട്ട് കാണുന്നതാണ് സർക്കുലർ വാട്ടർ ടാങ്കിന്റെ വോൾസ് എന്ന് പറയുന്നത്. ഈ ബേസിക് കാണുന്നത് ബേസ് സ്ലാബുമാണ്. ഇത് രണ്ടിനെയും തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സ്ലൈഡിംഗ് ജോയിന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വരുന്ന ഗ്യാപ്പ് പ്രോപ്പർലി സീൽ ചെയ്യണം. അത് IS കോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാട്ടർ ഹൈറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 5 meter ആണ്. ജനറലി നമ്മളൊരു ഫ്രീ ബോർഡ് പ്രൊവൈഡ് ചെയ്യും 0.2 meter ആണ്. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ റീഎൻഫോഴ്സ്മെന്റ്, അതായത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ കൊടുക്കുന്ന റീഎൻഫോഴ്സ്മെന്റ് ആണ്. അത് 10 mm ഡയ അറ്റ് 140 mm സെന്റർ ടു സെന്ററിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ നമ്മൾ റിംഗ്സ് ആയിട്ടാണ് നമ്മൾ റീഎൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ എലിവേഷനിൽ കാണുമ്പോൾ ഡോട്ട്സ് ആയിട്ടാണ് കാണുന്നത്. അതാണ് 16 mm ഡയ അറ്റ് 95 mm സെന്റർ ടു സെന്റർ. സർക്കുലർ ടാങ്കിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 160 mm. ബേസ് സ്ലാബിന്റെ തിക്നെസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് മിനിമം തിക്നെസ് 150 mm ആണ്. സിൻസ് ഇതിന്റെ തിക്നെസ് എല്ലാം ലെസ് ദാൻ 200 ആയതുകൊണ്ട് നമുക്ക് ഈ റീഎൻഫോഴ്സ്മെന്റ് എല്ലാം 1 ലെയർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്.
അത് കഴിഞ്ഞിട്ട് ബേസ് ലാബിൽ നമുക്ക് കണ്ടുപിടിച്ച റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് 8 mm ഡയ അറ്റ് 150 mm സെന്റർ ടു സെന്റർ ആണ്. അത് നമ്മൾ ബോത്ത് ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഈ രണ്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സിൻസ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച അപ്പർ സോണിൽ മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതിയെങ്കിലും നമ്മൾ ലോവർ സോണിലും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഗുഡ് പ്രാക്ടീസ് ആണ്. അതുകൊണ്ട് കൂടുതൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ലോവർ സോണിലും കൂടെ നമ്മൾ ആ സെയിം റെയിൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലിയർ കവർ എന്ന് പറയുന്നത് 45 mm ആണ്. ബേസ് ലാബിന്റെ ക്ലിയർ കവർ ആണ് 45 mm. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിലിംഗിൽ വരുന്നത്. ഇപ്പോൾ ഡിസൈൻ ഓഫ് വാട്ടർ ടാങ്ക് ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് വാട്ടർ ടാങ്ക് കണ്ടുപിടിക്കുക എന്നതായിരുന്നു. സ്റ്റെപ്പ് 2ൽ നമ്മൾ മാക്സിമം ഹൂപ്പ് ടെൻഷൻ T കണ്ടുപിടിച്ചു യൂസിങ് ദിസ് ഫോർമുല. സ്റ്റെപ്പ് 3ൽ AST റിക്വയർഡ് കണ്ടുപിടിച്ചു. സ്റ്റെപ്പ് 4ൽ നമ്മൾ AST പ്രൊവൈഡഡ് കണ്ടുപിടിച്ചു. സ്റ്റെപ്പ് 5ൽ നമ്മൾ തിക്നെസ് ഓഫ് ദ വോൾ സ്മോൾ ടി കണ്ടുപിടിച്ചു. അതിന് കുറച്ച് അസംഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പ് 6ൽ നമ്മൾ ചെക്ക് ആയിരുന്നു മിനിമം സ്റ്റെയിനിന്റെ AST മിനിമം ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു AST പ്രൊവൈഡഡ് എന്ന് കിട്ടണം. സ്റ്റെപ്പ് 7ൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ റെയിൻഫോഴ്സ്മെന്റ് അതായത് വെർട്ടിക്കൽ റെയിൻഫോഴ്സ്മെന്റ് ആണ് ചെയ്തത്. സ്റ്റെപ്പ് 8ൽ സ്പേസ് ചെക്ക് ആയിരുന്നു. ദ സ്പേസിംഗ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസർ ഓഫ് 300 mm ഓർ തിക്നെസ് ആണ്. സ്റ്റെപ്പ് 9ൽ ഡിസൈൻ ഓഫ് ബേസ് ലാബും ഫൈനൽ സ്റ്റെപ്പ് നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്തു. അപ്പം ഈ 10 സ്റ്റെപ്പാണ് ഡിസൈൻ ഓഫ് സർക്കുലർ ടാങ്കിന്റെ ഡിസൈനിൽ വരുന്നത്.